ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. രംഗത്ത്. ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ ഒരു വശത്തെ റോഡിന്റെ കൽക്കെട്ടിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. പ്രവർത്തകർ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപമുയരുന്നത്. കാലപ്പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഈ പാലം പണിയാൻ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പലതവണ 2 കോടി 3 കോടി 5 കോടി എന്ന കോടികൾ മാത്രം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലെക്സ് വെക്കുകയും, എന്നാൽ പാലം പണിയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയോ ടെൻഡർ ആക്കുകയോ അങ്ങനെ ഒരു നടപടികളിലേക്കും കടക്കാതെ ആണ് പാലം പണിയും. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിട ഉദ്ഘാടന സമയത്ത് നമ്മുടെ MLA മണിയാശാൻ MM മണി അവരുകൾ വന്ന് അവിടെ വലിയ വായിൽ പ്രഖ്യാപനമൊക്കെ നടത്തി. പാലം പണിയാൻ 5 കോടി അനുവദിച്ചു, ഉടനെ തന്നെ പാലം പണിയാകും, ടെൻഡർ ഉടനെ തുടങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ ഓരോ മഴക്കാലമാകുമ്പോഴും ഈ പാലത്തിൻ്റെ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലതവണ ഇതിനു വേണ്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ശോച്യാവസ്ഥയിലെത്തി. പാലത്തിലൂടെ ഇനി രാവിലെ ഇവിടെ നിന്നും ഓരോ ജോലികൾക്കും കട്ടപ്പനയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോയ ആളുകൾക്ക് തിരികെ വീട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ വളരെ ചുറ്റിക്കറങ്ങി പോകേണ്ട അവസ്ഥ ഈ പാലം ഇപ്പോൾ സംജാതമാക്കിയിരിക്കുകയാണ്. പാലം അധികാരികൾ വന്ന് ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും എസ്റ്റിമേറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ പാലം പൂർണ്ണമായിട്ടും മാറ്റി പുതിയ പാലം, ഈ 40 വർഷത്തിലേറെ പഴക്കമുള്ള പാലമാണ്. ഇടുക്കി പദ്ധതിക്ക് വേണ്ടിയിട്ട് പണിത പാലങ്ങളിലെ ശാന്തിഗ്രാം തോവാള 2 പാലങ്ങൾ, ഈ 2 പാലങ്ങളും പുനർനിർമ്മിക്കേണ്ടത് അല്ലെങ്കിൽ വീതി കൂട്ടി പണിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. എത്രയും വേഗം പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി രംഗത്ത് വരുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇരട്ടിയാർ പാലത്തിന്റെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പല ദിവസങ്ങളിലും നാളുകളായിട്ട് സമരം നടത്തുകയും ഇതിൻ്റെ ഈ സൈഡ് വശങ്ങളും ഇരുവശങ്ങളും ഇടിഞ്ഞിരിക്കുകയാണെന്ന് ബോധ്യപ്പെടുത്തുകയും പലയിടത്തും പരാതി കൊടുക്കുകയും ഇതിനെതിരെ പ്രതിഷേധ പരിപാടികൾ നടത്തുകയും ചെയ്തിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നീക്കങ്ങളും ഇതിന് അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ പെട്ടെന്നൊരു മഴ വരികയും ഈ പാലം തകർന്നു പോയി പരിപൂർണമായിട്ടും യാത്ര തടസ്സപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ അവസ്ഥയിൽ നിരവധി രാവിലെ പോയിരിക്കുന്ന പിള്ളേരടക്കം വൈകിട്ട് സ്കൂളുകൾ വിട്ട് വീടുകളിൽ ചെല്ലാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണിപ്പം കണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അപകടം വരുത്തുന്നത് വരെ, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരുന്നവിടം വരെ കണ്ണടച്ച് ഈ അധികാരികൾ ഈ റോഡിന് പല പ്രാവശ്യം ഈ റോഡ് പുതിയ പാലം അനുവദിച്ചെന്നും പരാതികൾ കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി തരുന്നതിൽ അവർ തന്നിരുന്നത് ഈ പാലം ഇന്നത് ഇത്ര ദിവസം പണിയുമെന്നും എല്ലാം പറയുകയും പണിതു എന്ന് രാത്രി 10 മണിയും 11 മണിയും കഴിയുമ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ടാറിട്ട് ഇവിടെ വന്നിരുന്ന ഓട്ടോകൾ അടച്ച് ടാർ കലക്കി ഒഴിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. കൽക്കെട്ടിടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടന്നു പോകാത്ത സാഹചര്യമാണ് ഉണ്ടായത്. പൈനാവ് ബ്രിഡ്ജ് സെക്ഷൻ AE സൂസൻ സാറ സാമുവേലിന്റെയും പൊതുമരാമത്ത് AEയുടെയും നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തു. കൽക്കെട്ടിടിഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ 7 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.